ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകണമെന്ന് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. രാജ്യത്ത് ഒരേ നികുതി ഒരേ വില എന്ന വാഗ്ദാനം സർക്കാർ പാലിക്കണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മുതലമട വെസ്റ്റ് ക്ഷീരസംഘത്തിന് സമർപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ആശുപത്രിയൊരുക്കി ലയൺസ് ഇന്റർനാഷണൽ. വിശദമായ വാർത്തകൾ. എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകണമെന്ന് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സെപ്റ്റംബർ 11 കോഴിക്കോട്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എടുക്കുന്ന ജോലിക്ക് കൂലി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പരിതാപകരമാണ്, നീതിക്ക് നിരക്കാത്തതാണ്. സർക്കാരിന് മറ്റുള്ള ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വമ്പിച്ച സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുമ്പോൾ പോലും വിദ്യാലയത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന അധ്യാപകരെ അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അവർക്ക് നിയമനാംഗീകാരം കൊടുക്കുന്നില്ല. നിയമനാംഗീകാരം കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം ദിവസവേതനമാണ് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2017 GST പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ഒരേ രാജ്യം ഒരേ നികുതി ഒരേ വില എന്ന സർക്കാർ നൽകിയ വാഗ്ദാനം പ്രാവർത്തികമാക്കണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. GST ഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം CGDA സ്വാഗതം ചെയ്തു. 2017 GST പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ സർക്കാർ നൽകിയ ഒരേ രാജ്യം ഒരേ നികുതി ഒരേ വില എന്ന വാഗ്ദാനം പ്രാവർത്തികമാക്കണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. GST ഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം GST കൗൺസിൽ യോഗം അംഗീകരിച്ചതിനെ CGDA സ്വാഗതം ചെയ്തു. നികുതി നിരക്ക് കുറയ്ക്കുമ്പോൾ നികുതി ചോർച്ച കുറയുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദീർഘനാളായി ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടി GST പരിധിയിൽ ഉൾപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമസ്ത മേഖലകൾക്കും വളരെ ഉപകാരപ്രദമാകുന്നത് മാത്രമല്ല, നികുതികൾ ലളിതവൽക്കരിക്കുകയും റിട്ടേൺ ഫയലിൽ നിന്ന് വരെ വളരെ ലളിതമാക്കുകയും ചെയ്യും. പക്ഷേ ഈ ആനുകൂല്യം ആനുപാതികമായി ഉപഭോക്താക്കൾക്കും സേവനദാതാക്കളിലേക്കും എത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുമുള്ള ലോക്സഭ, രാജ്യസഭ MP-മാർക്ക് നിവേദനം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മുതലമട വെസ്റ്റ് ക്ഷീര വ്യവസായ സംഘത്തിന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA സമർപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ K ശ്രീനിവാസനിൽ നിന്നും സംഘം പ്രസിഡന്റ് MS ജോഷി ബഹുമതി പത്രം ഏറ്റുവാങ്ങി.
ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം മലബാറിലെ ഏറ്റവും മികച്ച പാലുൽപാദക സഹകരണ സംഘത്തിന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡിന് പാലക്കാട് ജില്ലയിലെ മുതലമട ക്ഷീരവ്യവസായ സഹകരണ സംഘം അർഹരായി. ഡോക്ടർ വർഗീസ് കുര്യന്റെ 13ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവാർഡ് ദാനം നിർവഹിച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും അധികം ബന്ധപ്പെട്ടു കിടക്കുന്ന ക്ഷീരസംഘങ്ങളെ ആദരിക്കുന്ന കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അനുകരണീയമാണെന്ന് MLA പറഞ്ഞു. ഇന്നിപ്പം ഈ സഹകരണ പ്രസ്ഥാനം ഇല്ലാത്തൊരു മേഖലയില്ല എന്നുള്ളതാണ് അവസ്ഥ. സകല മേഖലയിലേക്കും കടന്നു വന്നിട്ടില്ല. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലതിൽ നിന്നും പല ചൂഷണങ്ങളിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അതുകൂടിയല്ല, സാമൂഹ്യമായുള്ള ഒരു ഉത്തരവാദിത്വം ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ ഡോക്ടർ വർഗീസ് കുര്യനെ അറിയാത്ത ആരും ഒരു മലയാളിയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ തന്നെ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകുന്ന അവാർഡ് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ക്ഷീര വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ PA ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് A ശിവദാസ് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ ആദരിച്ചു. മികച്ച ക്ഷീര ഉൽപാദക സഹകരണ സംഘത്തിനുള്ള ബഹുമതി പത്രം ബാങ്ക് വൈസ് ചെയർമാൻ K ശ്രീനിവാസനിൽ നിന്നും സംഘം പ്രസിഡന്റ് MS ജോഷി സ്വീകരിച്ചു. കോഴിക്കോട് ക്ഷീര വികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജിജ KM, കോഴിക്കോട് സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ സുധീർ കുമാർ PP, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ ആശംസകൾ നേർന്നു. ബാങ്ക് ജനറൽ മാനേജർ സായു ജെയിംസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർക്കായി വടുവഞ്ചാലിൽ ലയൺസ് ഇന്റർനാഷണൽ ആശുപത്രി സ്ഥാപിക്കുന്നു. ആശുപത്രിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 13-ന് ലയൺസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗ് നിർവഹിക്കും. 380 സംബന്ധിച്ചുള്ള this is the biggest project we have and the cost is coming to nearly 6.5 crores of rupees. 6.5 crores of rupees for relief of victims of landslide. ഒരുപാട് projects try ചെയ്തു. കണ്ടിന്യൂസ്ലി കേരള ഗവൺമെൻറ് ആയിട്ട് ടോപ്പ് ലൈനിലായിരുന്നു. ഫൈനലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് എവറിബഡി ഏകദേശം 3 മാസം എടുത്തു. ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ ലയൺസ് ഇന്റർനാഷണൽ MD 318 ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ആശുപത്രി സ്ഥാപിക്കുന്നതിന് 6 കോടിയോളം രൂപയുടെ ഗ്രാന്റ് അനുവദിച്ചു. സെപ്റ്റംബർ 13-ന് ലയൺസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് സെന്റർ, ഒഫ്താൾമോളജി, സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി, മാനസികാരോഗ്യ കൗൺസിലിംഗ്, OP വിഭാഗം, മറ്റ് കമ്മ്യൂണിറ്റി വികസനം എന്നിവയോടെയാണ് ആശുപത്രി കേന്ദ്രം ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഹോസ്പിറ്റൽ ട്രസ്റ്റ് സെക്രട്ടറി വിനീഷ് വിദ്യാധരൻ, ക്യാബിനറ്റ് സെക്രട്ടറി രാജേഷ് കുഞ്ഞപ്പൻ, ക്യാബിനറ്റ് സെക്രട്ടറി റീജ ഗുപ്ത, വത്സല ഗോപിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ ഞങ്ങളുടെ കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളുടെ ലയൺസ് മൾട്ടിപ്പിൾ ഫൗണ്ടേഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ലയൺസ് മൾട്ടിപ്പിൾ ആണ് ഇത് ഓൺ ചെയ്യുന്നത്, പക്ഷെ നടത്തുന്നത് ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാടാണ്. ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യുക. അപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ജനങ്ങൾക്ക്, അർഹരായ ജനങ്ങൾക്ക് സൗജന്യമായിട്ടും വയനാട്ടിലുള്ള മറ്റ് ജനങ്ങൾക്ക് സൗജന്യ നിരക്കിലും സേവനം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഡയാലിസിസ് ഉൾപ്പെടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും.
പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. JCI കാലിക്കറ്റ് ലോക്കൽ ഓർഗനൈസേഷന്റെ JCI വീക്കിന് തുടക്കമായി. നാഷണൽ ഡയറക്ടർ മാനേജ്മെന്റ് രാകേഷ് നായർ പതാക ഉയർത്തി. ഫ്ലാഷ് മോബും വാക്കത്തോണും വാരാചരണത്തിന്റെ ഭാഗമായി നടന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാലിക്കറ്റ് ലോക്കൽ ഓർഗനൈസേഷന്റെ JCI വീക്ക് പരിപാടികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം JCI ഇന്ത്യ നാഷണൽ ഡയറക്ടർ മാനേജ്മെന്റ് രാകേഷ് നായർ പതാക ഉയർത്തിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ആമിർ സുഹൈൽ, സോൺ ഡയറക്ടർ ബിസിനസ് നിതിൻ ബാബു, സെക്രട്ടറി ശ്രുതി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. JCI വീക്ക് കോർഡിനേറ്റർ നിഖിൽ വിശ്വനാഥ്, ഡേ കോർഡിനേറ്റർ ആകാശ് എന്നിവരും പങ്കെടുത്തു. 7 ദിവസത്തെ പരിപാടികളുടെ ഭാഗമായി വൈകിട്ട് ബീച്ചിൽ SPC ജൂനിയർ JC വിങ്ങിന്റെയും ഗവൺമെന്റ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആന്റി ഡ്രഗ് അവയർനെസ് ഫ്ലാഷ് മോബും ക്ലബ്ബ് കാലിസ്തനിക്സിന്റെ സഹകരണത്തോടെ വാക്കത്തോണും നടന്നു. വൈകിട്ടത്തെ പരിപാടികൾ JCI സെനറ്റർ ജമീൽ സെയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിൽവർ ഹിൽസ് ട്രോഫി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ 12 മുതൽ സിൽവർ ഹിൽസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ടൂർണമെന്റ് സെപ്റ്റംബർ 15 സമാപിക്കും. ഇതിനൊരു എല്ലാ വർഷവും ഒരു തീം വെക്കാറുണ്ട്. ഈ വർഷത്തെ തീം വെച്ചിരിക്കുന്നത് ബൗൺസ് ഫോർ ബെറ്റർ, ബ്രേക്ക് ഫ്രം ഡ്രഗ്സ്, ജീവിത കുതിപ്പിന് ലഹരിക്ക് വിടാം എന്നുള്ളൊരു തരത്തിലൊരു വിഷയമാണ് വെച്ചിരിക്കുന്നത്. ആ തരത്തിൽ കുട്ടികളെ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കായികമായ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടുന്നതിനുള്ള ഒരു മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ കുതിപ്പിൽ ലഹരിക്ക് വിട എന്നതാണ് സിൽവർ ഹിൽസ് ട്രോഫി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഈ വർഷത്തെ സന്ദേശം. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 12 ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിക്കും. സെപ്റ്റംബർ 12, 13 തീയതികളിലായി പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കും. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ 14-നും സെമി ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ 14 ഉച്ച കഴിഞ്ഞും ഫൈനൽ മത്സരങ്ങൾ 15 രാവിലെ മുതലും നടക്കും. കുട്ടികളെ കൂടുതലായിട്ട് സ്കൂളുകളിൽ പഠനത്തോടൊപ്പം മറ്റു കാര്യങ്ങളും എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മലബാർ ഭാഗത്ത് ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നിങ്ങൾക്കറിയാം അധികം അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് ഓരോ വർഷവും ഈ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഞങ്ങൾ നടത്തുന്നത്. അത് കുട്ടികളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക. സമാപന ചടങ്ങിൽ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാർത്തറ, മാനേജർ ഫാദർ അഗസ്റ്റിൻ കെ മാത്യു, ജോസ് സെബാസ്റ്റ്യൻ, PTA പ്രതിനിധി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനശക്തി കോൺഗ്രസ് ജില്ലാ നേതൃത്വ ക്യാമ്പ് കോഴിക്കോട്ട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ചിത്രനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജില്ലാ നേതൃത്വ ക്യാമ്പ് പാളയം മെട്രോ ബിൽഡിംഗ് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയണം. കുറെ ഉപജാപക സംഘങ്ങൾ പോലീസിനെ ക്രിമിനൽ വൽക്കരണം നടത്തുന്നു. ഈ സാഹചര്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. പോലീസിന്റെ അർത്ഥമറിയാത്തവർ ഇനി സർവീസിൽ ഉണ്ടാവാൻ പാടില്ല.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് നിരപരാധികളായ പാവങ്ങളെ ആക്രമിക്കുന്നു. പോലീസിനെ സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടതിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ കാക്കിയിട്ട ഒരു പറ്റം ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. കാക്കിയിട്ടാൽ എന്ത് ക്രിമിനൽ നടപടിയും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്ന ഈ ക്രിമിനലുകളെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് പോലീസിനെ ശുദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മനോജ് ശങ്കരനിലൂർ ആവശ്യപ്പെട്ടു. ബാലഗോപാലക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. നേതാക്കളായ റസിയ ബാലിശ്ശേരി, വിജയൻ പയ്യോളി, പത്മാവതി കുറ്റിക്കാട്ടൂർ, സഹദ് കുറ്റിച്ചിറ, വിജയൻ കൊളത്തൂർ, ഉമ്മർ പാലാഴി, മുജീബ് കോവൂർ, അശോകൻ കൊയിലാണ്ടി, ശങ്കരനാരായണൻ, ഇർഷാദ് മീൻചന്ത, അനീഷ് മലാപ്പറമ്പ്, രഘുനാഥ് പന്യങ്കര, റഫീഖ് കാപ്പാട്, രാജൻ കൊളത്തൂർ, സഹദ് കുറ്റിച്ചിറ തുടങ്ങി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദർശനം സാംസ്കാരിക വേദിയുടെ 30ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള കലാകായിക മത്സരങ്ങൾ ആരംഭിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ഗോൾ കീപ്പർ ഹാരിസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷനുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ദർശനം സാംസ്കാരിക വേദിയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ തമ്മിലുള്ള കലാകായിക മത്സരങ്ങൾ ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ മൂഴിക്കൽ, ചെലവൂർ, വെള്ളിമാടുകുന്ന് മെഡിക്കൽ കോളേജ് വാർഡുകളിലെ റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. എഴുത്തുകാരി പി വത്സല സ്മൃതിയിടത്തിൽ നടന്ന പരിപാടികൾ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ഗോൾ കീപ്പർ ഹാരിസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധയിനം ഓണക്കളികൾ, പൂക്കള മത്സരം, ഉറിയടി, കമ്പവലി, ചിത്രരചന, കഥാരചന, കവിതാരചന തുടങ്ങിയ മത്സരങ്ങളും നടന്നു. പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സതീശൻ, ദർശനം ബാലവേദി മെന്റർ പി തങ്കം, വർക്കിംഗ് ചെയർമാൻമാരായ കെ കുഞ്ഞാലി സഹീർ, MA ജോൺസൺ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി TK സുനിൽകുമാർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ V ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 14 കരോക്കെ ഗാനാലാപന മത്സരങ്ങളും നടക്കും. സെപ്റ്റംബർ 19 പ്രമുഖ വാഗ്മി VK സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും നൃത്യങ്ങളും നടത്തും. സെപ്റ്റംബർ 20 പ്രമുഖ നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന ദൃശ്യശ്രാവ്യ വിരുന്നും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരത് ഗൗരവ് ട്രെയിൻ പൈതൃക നഗര ട്രെയിൻ യാത്ര ഒക്ടോബർ 2 ആരംഭിക്കും. 11 ദിവസങ്ങളിലായി വിവിധ പൈതൃക സ്ഥലങ്ങൾ സന്ദർശനം നടത്തും. മധുരയിൽ നിന്നും യാത്ര തുടങ്ങും. Splendors of Deccan. This is to highlight the culturally and heritage rich destinations along the Deccan Plateau. That is, we have Hampi, Panchagani, ruins of Hampi, Panchagani, Mahabaleshwar, Ajanta, Ellora and Hyderabad. So this is scheduled to depart on the 2nd of October, and this is a 11-day journey. This is a 11-day tour that is scheduled to depart on the 2nd of October. So what is special about this Bharat Gaurav train? The Bharat Gaurav trains, only tourists are allowed to enter the train. There are no trespassers that are allowed.
It's a fully safe and secured journey. We have security guards in every coach who do not allow trespassers, and passengers can leave their luggage in the train. It's a 11-day journey. They'll have a lot of luggage. They need not carry their luggage to every destination. They can leave their luggage in the train and carry the luggage only that is required for the day's journey. So that is one very special feature about this train. Apart from this, we have coach captains in every train who will guide the passengers throughout the entire tour. Whether it is Hampi or Hyderabad or Ajanta Ellora, they will be along with the passengers throughout the tour, and we provide food on the train and off board. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു. ലളിതമായ വ്യവസ്ഥകളിലൂടെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് വായ്പകൾ ലഭ്യമാക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. കേരള സർക്കാർ സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ, ചെറുകിട കച്ചവടത്തിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവർ, വീട്ടമ്മമാർ തുടങ്ങിയ സാധാരണക്കാരുടെ ചെറുകിട ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനും ഇവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള സഹകരണ ക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഓരോ വ്യക്തികൾക്കും വിവിധ ഗ്രൂപ്പുകൾക്കും ഒരാൾക്ക് 50,000 രൂപ വീതം വായ്പ ഉറപ്പാക്കുന്ന സഹകരണ ക്ഷേമ പദ്ധതിയാണിത്. സാധാരണക്കാരുടെ ചെറുകിട ആവശ്യങ്ങൾ, അവരുടെ ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിനായുള്ള ഈ വായ്പകൾ അതിവേഗത്തിലും കുറഞ്ഞ നിരക്കിലും ലളിതമായ തവണ വ്യവസ്ഥയിലുമാണ് ലഭ്യമാക്കുന്നതെന്ന് സേവ് ഗ്രീൻ പ്രസിഡന്റ് MP റജുൽ കുമാർ പറഞ്ഞു. ഈ സഹകരണ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ വായ്പ മേള ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് സേവ് ഗ്രീൻ്റെ ഓഫീസിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നഗരവാസികൾക്കൊക്കെ ഈ വായ്പ ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിനടുത്തുള്ള അനുഗ്രഹ ആർക്കേഡിലെ പാവമണി റോഡിലുള്ള സേവ് ഗ്രീൻ ഓഫീസിൽ എത്താവുന്നതാണ്. കോഴിക്കോട് പാവമണി റോഡിലെ അനുഗ്രഹ് ആർക്കേഡിലെ സേവ് ഗ്രീൻ ഓഫീസിൽ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 19 വരെ നീണ്ടു നിൽക്കുന്ന സഹകരണ വായ്പാ മേളയിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്നവരിൽ നിന്നും സത്യസന്ധതയോടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി വരുന്നവരെയാണ് വായ്പ അപേക്ഷകരായി പരിഗണിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകണമെന്ന് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. രാജ്യത്ത് ഒരേ നികുതി ഒരേ വില എന്ന വാഗ്ദാനം സർക്കാർ പാലിക്കണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മുതലമട വെസ്റ്റ് ക്ഷീരസംഘത്തിന് സമർപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി ആശുപത്രിയൊരുക്കി ലയൺസ് ഇന്റർനാഷണൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.